എടാ ഉണ്ണി, ഇതൊക്കെ പറക്കി മാറ്റി നമ്മളെ സ്ഥാനം എന്താ കാണിക്കൂടാ ഇത്? ഇന്ന് വൈകിട്ട് സതീഷ് സാറിന്റെ വീട്ടിൽ മോടെ കല്യാണത്തിന് പന്തലിടണ്ടേ? കഴിഞ്ഞു ആ ഒന്ന് വേഗം ആട്ടെ. 1000 കൂടുതലുണ്ട്. ഷബു പറഞ്ഞതിൽ നിന്നും 1000 രൂപ അധികമുണ്ട്. ഓക്കെ. പിന്നെ പന്തല് ഗംഭീരമായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം, വന്നവർക്കും നിന്നവർക്കും തിന്നവർക്കും ഒക്കെ ഭയങ്കര അഭിപ്രായം. ആഘോഷം എന്തായാലും ഗംഭീരമായി. പക്ഷെ എനിക്കത് അങ്ങോട്ട് അത്ര ആയില്ല. ഒരു 5 തൂണൂടുണ്ടായിരുന്നു പൊളിച്ചേനെ. സത്യമായിട്ടും അതിലിപ്പോ അത് ഒരു കുറവേ അല്ല. ഇവിടെ അങ്ങനെ ഒരു കുറവ് ഇവിടെ ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു, സന്തോഷമായിരുന്നു. അത് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറയാലോ, എനിക്കത് അങ്ങോട്ട് അത്ര ആയില്ല. അത് തൃപ്തിയാവൂല. ഇപ്പൊ ഞാൻ കണ്ടു അന്ന് അവിടെ ഈ പന്തല് കെട്ടിയിട്ടും മതിയാവുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോ കെട്ടുന്നു. എന്തായാലും ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പൊ ഈ തന്ന കാര്യത്തിൽ ഷാബു ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണോന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഹാപ്പിയല്ല. ഞാൻ ഹാപ്പിയല്ല. ഇതിപ്പോ ഞാൻ പൊളിച്ചോണ്ട് പോണ്ടേ? ക്ലീറ്റോ സാറിന്റെ പാർട്ടിയുടെ പരിപാടി ആയിരുന്നെങ്കിൽ ഇവരുടെ എതിർ പാർട്ടിക്കാർ വന്ന് പൊളിച്ചു തന്നേനെ. എനിക്ക് കയറ്റിക്കൊണ്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഈ പുട്ടുകുറ്റിക്കകത്തുനിന്ന് പുട്ട് തെള്ളി കിടന്ന പോലെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നല്ലോ, മുഖത്ത് ചുണ്ടമ്പള്ളം പോലെ മീശയൊക്കെ ഉള്ള അമ്മാവൻ ഒന്ന് പുറത്തു പോയി, കുറച്ചും വരും. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നേ. ഇത് ഈ ഗംഭീരമായ അഭിപ്രായങ്ങൾ കേൾക്കായിരുന്നു. പിന്നെ അമ്മ സാറ്റിസ്ഫൈഡ് ആണോ? അമ്മ ഹാപ്പിയാണ്. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മാവനുൾപ്പെടെ അമ്മ എല്ലാവരും ഹാപ്പി. ഇവിടെ എല്ലാവരും വലിയ സന്തോഷമായി. എല്ലാവർക്കും ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്ര കുഴപ്പമില്ല. ഞാൻ അടുത്ത പരിപാടിക്ക് 5 തൂണൂടെ ഇടാം. അപ്പോഴും ഷാബു തന്നെ പറയും പിന്നെ ഒരു 5 തൂണൂടെ ഇട്ടാലും ഒന്നും. അതുകൊണ്ട് ചെല്ല് ഇനി അടുത്ത പരിപാടിക്ക്. ഓക്കെ, സന്തോഷം. ശരി ശരി, ഒന്നും വിചാരിക്കല്ല, എനിക്കത് അങ്ങോട്ട് ആയില്ല. ശരി. വിളിച്ചവരെല്ലാരും വന്നായിരുന്നാടി. പിന്നെ എന്തൊരാളായിരുന്നു? കൂടുതലുണ്ടാവാനേ ഉള്ളു ചാൻസ്. എന്തായാലും ഫുഡ് തികഞ്ഞാലേ എനിക്ക് അതായിരുന്നു. എനിക്ക് ആദ്യമായി ചേച്ചി സത്യമായിട്ടും ദൈവമേ. അതാ വിളമ്പുന്നവർക്ക് ഒരു മര്യാദ ഇല്ലായിരുന്നു കേട്ടാ. വെറുതെ അങ്ങ് വിളമ്പുമായിരുന്നു. ആൾക്കാരൊക്കെ തന്നെയല്ലേ വിളമ്പിയത്. അതാ പറഞ്ഞത്. മണം വന്നു തുടങ്ങിയല്ലേ. അതൊക്കെ ഇങ്ങോട്ട് നിൽക്കിട്ട് ചേച്ചി. ഇപ്പൊ അവന്മാർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതൊന്നും ആയില്ല അമ്മ. വാഴ അവിടെ ഇതൊക്കെ ഇവർക്ക് ഇതുണ്ടെങ്കിലല്ലേ തൃപ്തിയുള്ളൂ. എല്ലാവരും നല്ല അഭിപ്രായം. ഒരു കാര്യം പറയട്ടെ, അതാണ് സന്തോഷം. നമ്മൾ 3 കൂടി കണ്ടു പോണ്ട. ചേച്ചി കണ്ട സംശയിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ചേച്ചി അറിയണ്ട കേട്ടോ. അയ്യോ, അല്ലെങ്കിൽ ആരും ഒന്നും അറിഞ്ഞില്ല. ഇന്നലെ ഇതേപോലെ ഒരു പോക്ക് പോയിട്ട് തിരിച്ചു വന്നതാ. അതേടാ പൂരപ്പാട്ട്. കത്തിക്കുമ്പോ പറമ്പ് കത്താതെ നോക്കണേ. അന്നേരം വന്ന് കത്തിക്കുവാ. അല്ല, പറഞ്ഞതാണ് വെള്ളം പിടിച്ച് വെച്ചേക്കാത്ത എന്തടേ. എല്ലാം എടുത്തോ. ആ മറ്റേ തെക്കർത്ത് അവിടെ കുറച്ച് കൂട്ടിട്ടിരുന്ന കുറച്ച് അപ്പുറത്തെ അമ്മാവന് കത്തിക്കാൻ വേണ്ടിട്ട് എല്ലാം ഒരു സ്ഥലത്ത് കത്തിച്ച പോരടി. ഞങ്ങള് വേറൊന്നല്ലേ പറഞ്ഞത്. ഞാൻ പറയാനടി, വന്നവർക്കും പോയവർക്കും എല്ലാവർക്കും നല്ല അഭിപ്രായം. അവരുടെ സപ്തതി പുക മുഖത്തില് കയറല്ലേ നോക്ക്. ഇല്ല, ഇതില് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല, വെറും പേപ്പറുള്ളൂ. ഇത് കുഴപ്പമില്ല കത്തിച്ച. അമ്മയുടെ സന്തോഷം ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അതെല്ലാം സന്തോഷമായി. വൈകിട്ട് കേട്ടോ, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി വൈകിട്ട് മാമ അറിഞ്ഞുകൊണ്ട് എടുക്കട്ടെ. മാമനായിട്ട് യാതൊരു കൂട്ടില്ല. നീ മാമനും എടുക്കണ്ട, മാമി എടുക്കണ്ട. സന്തോഷമല്ലേടി വലുത്. അമ്മാവൻ പോയി കിടന്ന് ഉറങ്ങിക്കേ. എന്തെങ്കിലും മനുഷ്യനൊന്ന് കിടന്ന് ഉറങ്ങണം. ഒന്നുറങ്ങണം. ഇന്നലെ എന്തായിരുന്നു ഇച്ചിരി മിനിങ്ങിയിട്ട് എന്തൊക്കെ കഥകളാ. മാങ്ങ പറിക്കാൻ പോയ കഥ, ചേച്ചീനെ ഇടിച്ച കഥ, ചേച്ചി പിച്ചിയ കഥ, അച്ഛനെ അമ്മാവൻ കണ്ടുപിടിച്ചു കൊടുത്ത കഥ, കഥയോട് കഥ. മിനിമോളെ സത്യായിരുന്നു. പിന്നെ ആ പാവം പോലീസുകാരൻ വന്നപ്പോ രക്തമ്മനോട് ചോദിച്ചു, ഈ രാജ അങ്ങനെയുണ്ട്. അപ്പൊ നിനക്ക് സമ്മതാണെങ്കിൽ കെട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചിട്ടാണ് ആ കല്യാണം നടന്നത്. എനിക്കിഷ്ടായിരുന്നു ആളെ. ഞങ്ങള് വിശ്വസിച്ചു. അല്ലെങ്കിൽ നീ എന്റെ അമ്മോട് ചോദിച്ചോക്ക്. ഞങ്ങൾക്ക് അറിയാൻ പാടാത്ത കഥയൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ പോലെ. ജീവനായിരുന്നു പോലീസുകാരനെ. ഞാനാണ് പിള്ളേരെ ഉറക്കാൻ വേണ്ടി കിടത്തിയതാ. ഞാൻ ആദ്യം അല്ലല്ലേ എനിക്കറിയണം. നീ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. പിന്നെ ഞാൻ ഒരു തമാശക്ക് അറിയാണ്ടിരിക്കുക. ഓരോരുത്തരുടെ ഒറ്റയ്ക്ക് റൂമിൽ പോകാൻ പറഞ്ഞാൽ നീ ഇതൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യണ ഇതിലപ്പുറം ഒന്നും
നീ എന്നെ മനപ്പൂർവ്വം തമാശ പറഞ്ഞ തമാശ നീ തമാശ പറയാ. നീ ചാർലി തമാശ പറയാ. ചാർലി കാര്യം പറഞ്ഞ മനസ്സിലാക്കാനുള്ള ബോധം സ്നേഹത്തിൽ വർത്താനം പറഞ്ഞു പോകുന്നല്ലേ നിങ്ങള്? അല്ല ഞാനൊരു കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ലടാ. ഒന്നും പറഞ്ഞില്ലടാ നീ. അമ്മാവൻ, ഞാനൊന്ന് പറയട്ടെ. ഞാനൊന്ന് നമ്മളെല്ലാവരും ഇരുന്നപ്പോ ഇവ അവിടെ എന്താ പറഞ്ഞത്? ഞാൻ നടത്തിക്കൊള്ളാന്ന് എന്നെ പറഞ്ഞ അമ്മയുടെ കാര്യം തന്നെ. അപ്പൊ അമ്മ പറഞ്ഞു നീ ഒറ്റയ്ക്ക് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു അങ്ങനെ എന്തിനാ അവൻ നടത്തേണ്ടത്? ഞാനും ഉണ്ട്, എന്റെ അമ്മയാണെന്ന് പറഞ്ഞ അമ്മയുടെ വിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 5 പേർ സ്ഥലത്ത് നിന്ന് പൈസ വരാണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ 5 കൂടെ വന്നാ നീ തരേ വേണ്ട, മൊത്തത്തിൽ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. 5ന്റെ നയ പൈസ തന്ന കണക്ക് പറഞ്ഞല്ല എടുത്ത് കൊടുക്കാൻ ഒരു കുപ്പി എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞടാ. പക്ഷെ വന്നില്ല, എന്നെ പറ്റിച്ചു. പക്ഷെ ഒരു കാര്യം, ഈ അമ്മ എന്ന് പറയണത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ മരിച്ച പിന്നെ ഈ അമ്മയാണ് എന്റെ അമ്മ. അതുകൊണ്ട് ക്ലീറ്റസ് മത്തായി ഇതാ ഉറപ്പ് തരണേ, 24 മണിക്കൂറിനകത്ത് ഈ പൈസ മുഴുവനും ഞാൻ തന്നിരിക്കും. നീ എന്ന് തരും? നീ തരണ്ട. തന്നിട്ട് ഞാൻ നോക്കാം. വേണ്ട പിന്നെ തല്ലുപിടിക്ക എല്ലാം കൂടി കൂടും കിട്ടാണോ? ഞാൻ എന്തായാലും പറയും കിട്ടോ ചേട്ടാ. ഇന്നലെ വരാൻ സാധനം കഴിഞ്ഞില്ലെങ്കിൽ അപ്പേ ഇന്നലെ വരാഞ്ഞത്? ഇന്നലെ ഞാൻ കന്യാകുമാരി വരെ എത്തിയല്ലേ ഉള്ളൂ. ഇച്ചിരി കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. എന്താണ് അവിടെ വേണം പിടിയും വലിയൊക്കെ? അല്ല, ഒന്ന് കായികക്ഷമത, ഒന്ന് അളിയന്റെ ഇച്ചിരി മസിൽസ് ഒക്കെ ഉണ്ടോ നോക്കാം. ഞാൻ കണ്ടു കായികക്ഷമത. പറഞ്ഞ ഇന്നലെ ഞങ്ങൾ എല്ലാരും പ്രതീക്ഷിച്ചിരുന്നു പപ്പേ. അതെ അതെ, ഭയങ്കര മോശമായി പോയി. ചില പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ. ഒന്നും പറയണ്ട, ഭയങ്കര മോശമായി പോയി. ചേച്ചിയുടെ പാടാ കൊച്ചത് പാടി. പപ്പാവനെ കണ്ടിട്ട് കൊറേ ആയില്ലേ? പിന്നെ പൊക്കം വെച്ചില്ലേ? പിന്നെ ഇവരൊക്കെ മനസ്സിലായില്ലേ? വന്ന പ്രധാനകാരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖല്ലേ? നിക്കണ എന്നാലും ഉണ്ട് അളി, ഇന്നലെ വരാഞ്ഞ് മോശമായി. അളിയ അത് പറയരുത്. ഞാൻ വാരണാസിന്ന് വന്ന് കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം, അതായത് ഇന്നലെയല്ല മിനിങ്ങാന്ന് അവിടെ എത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെയാണ് കന്യാകുമാരിയിൽ എത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടത്തെ ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയില്ലല്ലോ, എല്ലാം കഴിഞ്ഞ് പോയല്ലോ. പിന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? അമ്മയുടെ കൂട്ടുകാരും നാട്ടുകാരും നമ്മുടെ ഒക്കെ സുഹൃത്തുക്കളും എല്ലാരും വന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ആരായിരിക്കുന്നത്? രക്തമല്ലേ? രക്തമ്മ ക്ഷണിച്ചവരൊക്കെ എത്തിയാളിയാ. എല്ലാം ഭംഗിയായിട്ട് നടന്നില്ല, അത് മതി. അങ്ങനെയാണ്. നിന്റെ നേതാക്കന്മാരൊക്കെ വന്നിരുന്നോ? പിന്നെ നമ്മളെ ഡൽഹിയിൽ ആക്രാന്ത് സാറ് വന്നു. ഇവിടുത്തെ നേതാവ് അപ്പുക്കുട്ട സാറിന് പനിയായി പോയി. പനി? പിന്നെ എന്നും പനിയാണല്ലോ. അല്ല, അതിന്റെ കുറവ് ആക്രാന്ത് നികത്തി കേട്ടോ. ഭയങ്കര ഇതായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് തിരിച്ച് വിളിച്ച് അമ്മയെ അന്വേഷിച്ചു, ഡൽഹിയിൽ എത്തിയിട്ട് വിളിച്ചിരുന്നു. എന്തായാലും പ്രയോജനം ഉണ്ടാകും. അതുകൊണ്ട് പപ്പ നീ അങ്ങോട്ട് കയറ്റമാണ്. നല്ല കയറ്റ. നോർത്തിലൊക്കെ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നമുള്ളൂ, ഈ എന്താ പാർട്ടിയുടെ പേരെല്ലാവർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. അതെന്താ? ഉറുമ്പോടിയുടെ പേരല്ലേ? പപ്പ ഇവന്റെ പ്രൊമോഷന്റെ കാര്യം ഞാനിപ്പം ആക്രാന്ത് സാർ വന്നപ്പോ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല. സാർ അത് ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര കാലം ഒന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ലോക്കൽ കോൺസ്റ്റബിൾ ആയിട്ട് നിൽക്കും, നമുക്ക് കുടുംബത്തിന് അതൊരു ഇതല്ലേ. അപ്പൊ ഞാൻ അതിന്റെ വേണ്ട രീതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നാമത് മാമൻ മരിച്ചു കിട്ടിയ ജോലി, അതുകൊണ്ട് നമുക്ക് പറഞ്ഞില്ലേ. അല്ലാതെ ഏതായാലും അത് നേരാ കേട്ടോ. ഏതായാലും അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്
എടാ പോലീസുകാരെന്ന് പറയാ നിസാര ജോലിയാണെന്നാണ് നിന്റെ വിചാരം? അല്ല, വെറും പോലീസാണ്, നമുക്ക് SI ആക്കാം. ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തിന് വേണ്ടിയും രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ പോലീസുകാർ. അതെ, അതുപോലെ കഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ പൊതുപ്രവർത്തക രാഷ്ട്രീയക്കാരും. നാട്ടുകാരെ വേണ്ടി കണ്ടമാനം അങ്ങ് കയറി സേവിച്ചു കളയരുത്. അതാണ് ഇപ്പോൾ ഉള്ള കുഴപ്പം. അതാണ്. ഏതായാലും കുഴപ്പമില്ല, നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ, അല്ലേ? പിന്നെ ബാഗ് അതിനകത്ത് ഒരു അങ്ങ് താഴെ വേടാ. ആ കൊണ്ടുപോയി അതിനകത്തൊരു ഒരു ക്യാൻ ഇരിപ്പുണ്ട് ഇങ്ങനത്തെ. തേനോ? ഫാനല്ല, ക്യാൻ എടുക്കും. ഇപ്പൊ കണ്ടോ? അത് ആ ക്യാൻ ഇങ്ങനെ. ഇതല്ല, ഇത് എന്റെ രക്തമൊക്കെയുള്ള ഒരു സമ്മാനമാണ്. എന്നാ, സപ്തതി സമ്മാനം, ഗംഗാജലം. മനസ്സിലായോ? എന്റെ രാമൻ എപ്പോഴും പറയുമായിരുന്നു, പിള്ളേരെയൊക്കെ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ വാരണാസിക്ക് പോകണം, എന്നിട്ട് ഗംഗയുടെ തീരത്ത് പോയി അങ്ങനെ അവിടെ ഇരിക്കണം, അവിടുന്ന് നേരെ ഹിമാലയത്തിൽ പോകണം, അങ്ങനെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി വരണമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അവനെയാ. അപ്പൊ ഞാൻ തന്നെ ഗംഗയിൽ മുങ്ങി ആ കന്നാസിനകത്ത് നിറച്ചു കൊണ്ടുവന്ന അത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു മാല ഇരിപ്പുണ്ട് ഇങ്ങനത്തെ. രുദ്രാക്ഷം കെട്ടിയതാ, ഇതോടെ ഇരിക്കട്ടെ. എനിക്ക് വേണത് സപ്തതിക്ക് അമ്മ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഇത് തന്നെ. സത്യം പറഞ്ഞ ഇപ്പോഴാണ് സപ്തതി ആഘോഷം പൂർണ്ണമായത്. സന്തോഷമായില്ലേ രക്തമേ? സന്തോഷമായി. മതി മതി മതി. ആര്? ചീനച്ചട്ടി എടുക്കാൻ അവിടെ ഇരിപ്പുണ്ടെന്ന്. ചീനിച്ചട്ടി. ചീനിച്ചട്ടി ഇതാണാ? ഇതല്ലേ? അല്ല, ഇത് ചീനച്ചട്ടി എന്താന്ന് പോലും അറിയാൻ പാടില്ല. ക്ഷീണിച്ച ചട്ടി. ഇടിയപ്പത്തിന് അങ്ങ് കുഴക്കോ? ഞാനാ ഞാനിപ്പോൾ ആകെ കുഴഞ്ഞിരിക്കുക. പപ്പ വന്നേ പിന്നെ ഇനി ഞാൻ കുഴച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. നീ എന്നെ അങ്ങ് കുഴയ്ക്കും, ഞാനിത് ഇളക്കാം. അത് ഇളക്കട്ടെ, അത് അവിടെ ഇരുന്ന് ഇളകിക്കോളും, തന്നെ താനിരുന്ന് ഇളകിക്കോളും. ഞാൻ ആ കഷ്ണമൊക്കെ പൊടിച്ചു കളയാൻ ധൃതിയായി. തങ്കം. ഓ എന്തേടാ? എന്തായെന്ന് അറിയാൻ വേണ്ടി വന്ന് പപ്പയ്ക്ക്. ഞങ്ങളുടെ പപ്പയ്ക്ക് എന്ത് കൊടുക്കണോന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതിന് അവളെ വിളിച്ചോണ്ട് പോണേ കുഴപ്പമില്ല, ലില്ലി എന്ന് പറഞ്ഞു വിട്ടാ മതി. ആ നീ അറിഞ്ഞായിരുന്നു എന്റെ പ്രൊമോഷന്റെ കാര്യം? ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ സന്തുഷ്ടനാണ്. വെറുതെ ആവശ്യമില്ലാതെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ മെനക്കെടുത്തിക്കരുത്. മാറ്റമായ ബുദ്ധിമുട്ട് വരുമോ? പോയി വേറെ പിന്നെ സൂക്ഷിച്ചിരി പെണ്ണേ കാര്യങ്ങള്. അപ്പൊ മിണ്ടാതിരിക്കട്ടെ, ഞാനൊരു കാര്യം ചെയ്തോണ്ടിരിക്കും. പുട്ടല്ല ഇടിയപ്പം വേണോന്നല്ലേ പറഞ്ഞത്? ഇടിയപ്പോ? ഇടിയപ്പം എന്താ? ചിക്കൻ കറി. ഇത് പപ്പയ്ക്ക് ബാക്കിയുള്ളവർക്കവിടെ പുട്ടുണ്ടാക്കി വെച്ചിട്ട്. ഈ വായ്ത്താളം വിടാതെ ഇതിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് വന്നേ. പല ജോലിയും ചെയ്യും, അങ്ങനെയല്ലേ ശരീരം അങ്ങോട്ട്. നിനക്കല്ലേ മുട്ടി. നമ്മൾ മുൻകൈ എടുത്തിട്ടൊരു കാര്യം ചെയ്താൽ അത് ശരിയായി വരുമ്പോഴാണ് ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവണം, അല്ലേളിയാ? പിന്നെ 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 ഇപ്പൊ ഈ കുടുംബത്തിലെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ ആരാ കാരണം? ഞാനാ. അമ്മാവനാ? പിന്നെ ഞാനത് അഭിമാനത്തോടെ പറയൂ. അതെങ്ങനെ? നിന്റെ അച്ഛൻ മുത്തുരാമൻ നിന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ ആരാ കാരണം? ഞാനാ കാരണം, അല്ലേളിയാ? അതും നേരാ. ബ്രോക്കർ കല്യാണാലോചന ഇട്ടിട്ട് വന്നു. ഒരു പയ്യനെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കള്, ബന്ധുക്കളും കുടുംബക്കാരൊന്നുമില്ല. ഒരാള് സ്വന്തം പ്രയത്നത്തില് കൃഷി ചെയ്ത് കർഷകനായി. പപ്പ. നിന്റെ അച്ഛനോ? പഠിച്ച് പാസ്സായി ഒരു പോലീസുകാരനായി. അതും നേരാ. രണ്ടുപേരുടെ സുഹൃത്ത് ബന്ധം മുറിയാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി രണ്ടാളുടെയും കൂടി പേരിലൊരു തറവാട് വാങ്ങി. അതാണ് ഈ വീട്. അതും നേരാ കേട്ടോ. എന്നിട്ടാണ് കൂട്ടുകാരൻ മുത്തുരാമന് വേണ്ടിയിട്ട് അളിയ പെണ്ണന്വേഷിച്ചു വരുന്നത്. അമ്മേനെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഇത്രയും നല്ലൊരു ബന്ധം വേറെ വരാനില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു, ബന്ധം തൊട്ടൊന്നും നോക്കണ്ട,
ബന്ധം എന്ന് പറഞ്ഞ കൂട്ടുകാർ അത്ര ഉറച്ചവരാണ്. നല്ല പയ്യനാണ് അവൻ. ഈ കല്യാണം നടത്തേ പറ്റുമെന്ന് ഞാൻ പിടിച്ച വാശിയിൽ അങ്ങോട്ട് പറഞ്ഞു അച്ഛനോട്. ഒറ്റ പിടിയാല് ആ അങ്ങനെയാണ് ഈ കല്യാണം നടക്കുന്നത് എന്നാണ് അളിയന്റെ ധാരണ. എന്നാ ഇനി ഞാനൊരു സത്യം പറയാം. പറയട്ടെ രത്നമ്മ? ആ ഇനി എല്ലാരും അറിഞ്ഞോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്ത് സത്യത്? അളിയാ, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഞങ്ങൾക്ക് 3 പേർക്ക് മാത്രം അറിയാമായിരുന്ന ഒരു സത്യം ഇപ്പൊ പറയാ. ഈ രത്നമ്മയും എന്റെ മുത്തുമായിട്ട് നേരത്തെ മുതലേ ഇഷ്ടമായിരുന്നു. ഇവര് തമ്മിൽ കണ്ടിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അവസാനം മുത്തു ഇവളോട് ചോദിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം രത്നമ്മ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും അല്ലടാ, പറ. ഞാൻ കണ്ട് എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു വീട്ടിൽ വന്ന് ചോദിക്കാൻ, അത്രേ ഉള്ളൂ. ആ ചെറിയൊരു വ്യത്യാസമുണ്ട് വീട്ടിൽ വന്ന് ചോദിച്ചാൽ. വീട്ടിലോട്ട് വന്നോളൂ, ഞാൻ അവിടെ കാണുമെന്നല്ലേ പറഞ്ഞത്. എന്റെ ചേച്ചി ഒരാളെ കുറിച്ച് മനസ്സിലാക്കണ പോലെ ഒന്നും അല്ലാട്ടോ കാര്യങ്ങൾ നടക്കണ്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇതൊക്കെ ഇടോ ദൈവം തമ്പുരാൻ തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളാ. അങ്ങനെയാണ് നമ്മുടെ നാവിൽ മുമ്പെത്തുന്ന ആ കൃത്യസമയത്ത് അതിന് പറ്റിയ മറുപടികൾ വരുന്നത്. മനസ്സിലായോ? ഇനി അത് ആരെ കൊണ്ടും മാറ്റാനും പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ. എന്തായാലും എല്ലാം ഭംഗിയായി പോകുന്നില്ലേ? എന്താ വേണം? അല്ല അതൊരു സമാധാനം. അതാണ് അപ്പൊ അങ്ങനെ ആ കല്യാണം നടന്നോണ്ട് ഇതാ ഇങ്ങനെ ഒരു മകനെയും അങ്ങനെ ഒരു കുരുത്തക്കെട്ട പരിപാടിയും കിട്ടിയല്ലോ. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ പോരെ? ഓ ഇതിൽ കൂടുതൽ എന്തോ ഒരു ഭാഗ്യം വേണ്ടത്. സന്തോഷമായില്ലേ? എനിക്കാണ് ഇപ്പൊ വയറ് നിറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ രഹസ്യങ്ങളും ഇവിടെ തന്നെ പുറത്താക്കിയിട്ട് വേണം പോകാൻ. അറിയോ? ഞാൻ രഹസ്യം വെച്ചോണ്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നാൽ ഇത്ര നാളായിട്ട് ഈ കാര്യം എന്നോട് മറച്ചു വെച്ചാലോ? എടാ അങ്ങനെയൊന്നും അല്ല. അത് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ. അറിയോ? കുഴപ്പമില്ല. ചുണ്ടൻ വള്ളമേ ഒന്ന് താന്ന്. ഇതുവരെ കരുതിയിരുന്ന കാര്യങ്ങളല്ലല്ലോ ഇപ്പം വന്നപ്പോഴേ. ആ സ്നേഹ കൂടുതലുണ്ടാ ഇതൊക്കെ. എന്നാലും അവൾ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന്. അന്ന് പറഞ്ഞാലെന്താ ഇതുവരെ നടക്കുമായിരുന്നോ? അത് പോട്ടെ, ഒന്നും കഴിയില്ല അല്ലേ? ഉണ്ടോ? ആ എന്നാ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. കഴിക്കാൻ റെഡിയായോ? ഓ വാ കഴിക്കാം. ആ ഇടിയപ്പം റെഡിയായോ? ഓഹോ എന്നാ ഞാൻ റെഡി. വാ ചേച്ചി ഇങ്ങോട്ട് വാ പപ്പ, ഇവിടെ ഇങ്ങോട്ട് എടുക്ക്. ഇവിടെ എടുക്ക്. അതാ അങ്ങോട്ട് വാ. വാ, അങ്ങോട്ട് വാ. ദാ, ദാ, റൊണാൾഡോ നീ കൂടെ പോയി എല്ലാം എടുത്തോണ്ടോ. സായി പോ മക്കളെ. ഇവിടെ കള്ളി ചിഞ്ചിഞ്ചാക്കടി. വാ കഴിക്കാം. വാ കഴിക്കണ്ടേ? എന്റെ പപ്പ എന്തിനും നേരം വിളിച്ചാകുമ്പോ ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറ. പപ്പയോട് നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. ഇപ്പൊ ചോദിച്ചാൽ ഡോസ് പപ്പ തന്നിട്ട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാന്ന്. എന്റെ മോളെ, ഞാൻ എത്ര ദിവസമായി അവിടുന്ന് പോന്നിട്ട് ഈ ലോകം മുഴുവൻ കറങ്ങി നടന്നില്ല. അവിടെ എന്തൊക്കെ ആയെന്ന് ദൈവം തമ്പുരാന് പോലും അറിയാൻ പറ്റത്തില്ല. ഏതായാലും ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരാം. അല്ല ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത്? യവന്മാർക്കൊക്കെ വേണ്ടിട്ടല്ല, പിന്നെ ആർക്ക് വേണ്ടിട്ട്? അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേ നിനക്കൊരു നല്ല പണി കൊണ്ടുവരുന്നുണ്ട്. വെറുതെ വിട്ടാ പറ്റില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പണിയുണ്ട് പപ്പ ഇപ്പൊ. ആ അല്ല, കൂടാതെ ഒരെണ്ണം കൂടെ ഇരിക്കട്ടെ. എല്ലാവരും തരാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വേണ്ട ശരി, വിളിക്കണേ. ഓക്കെ മോനെ ചക്കരേ, പോയിട്ട് വരാം കേട്ടാ. അമ്മാവ, അമ്മയുടെ കല്യാണം നടത്തി കൊടുക്കാൻ അമ്മാവൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ അമ്മാവ?
എന്തായാലും പപ്പ വന്നു പോയിട്ട് നമുക്കൊരു സത്യം അറിയാൻ പറ്റി. ഓടാടുന്നത് നോട്ടം. തങ്കം, നമ്മളെ കല്യാണം അമ്മാവനാണ് നടത്തി തന്നത്, ഇനി പറയുമോ? Aliens.